നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. കർത്താവെ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ പിന്നെ അവിടുത്തെ സ്തുതിക്കുന്നു. Our Heavenly Father, thank you, Lord, for this wonderful time. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഏൽപ്പിച്ചു തന്ന കർത്താവ്, Our Heavenly Father, thank you for giving us this day. ഇന്നും ഞങ്ങൾക്ക് സകലതും നൽകി തരുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അവിടുത്തെ സ്തുതിക്കുന്നു You കർത്താവ്. will help us to give the word for today. പൂർണ്ണ മനസ്സോടെ ഞങ്ങൾക്ക് അവിടുത്തെ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിപ്പാൻ ഇന്ന് പൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. Help us, Lord, to give in full flow to hear your word and to live for your kingdom, Lord. ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളിൽ കർത്താവ് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. Give us, Lord, for our need, Lord. Give us the word, Lord. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. In Jesus' name. ക്രിസ്തീയ ഗോളത്തില് രണ്ടുവിധ കാഴ്ചപ്പാടുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. In Christianity, we can see that there are two perspectives. ഒന്ന്, നമ്മുടെ രക്ഷയ്ക്കായിട്ട് നാം ആണ് നിലപാടെടുക്കേണ്ടത്. First thing is about salvation, we need to take a stand. That's the first perspective. നാം തന്നെയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്നാണ് അതിലെ ഒരു കാഴ്ചപ്പാട്. So one perspective is that we need to work towards the salvation. That is one of the perspective. മറ്റൊന്ന്, നമ്മുടെ രക്ഷ ദൈവമാണ് തീരുമാനിക്കുന്നത്, അതിനുവേണ്ടി ദൈവം തന്നെ പ്രവർത്തിച്ചുകൊള്ളും എന്നുള്ളതാണ് മറ്റൊരു കാഴ്ചപ്പാട്. The next perspective is that God is the one choosing us and he will do everything which need to be done for our salvation. എന്നാൽ നമ്മൾ സത്യത്തോട് അടുത്തു വരുമ്പോൾ, but when we closer to the word of God or the truth, ഈ കാര്യങ്ങളുടെ മധ്യത്തിലാണ് യാഥാർത്ഥ്യം കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. but we could see that the word of God is in middle of both. The salvation lies there. ഒന്നാമത്, ദൈവം നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. First, God loved us and he gave us the salvation. That is the truth. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്ന് അത് സ്വീകരിക്കുന്നില്ല, ഗൗരവത്തോടെ അത് നമ്മൾ സൂക്ഷിക്കുന്നില്ല, സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നില്ല. So God is expecting us to receive the salvation which God has given to us, and we need to keep that salvation very seriously. ഇന്ന് നമുക്ക് മറ്റൊരു ഉപമയോടെ നമുക്ക് ചിന്തിക്കാം. Let's discuss another parable for today. മാത്യു 13:44, 45, 46 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. That is from Matthew chapter 13 verses 44 to 46. Matthew chapter 13 verses 43 to 46. Then the righteous will shine forth as the sun in the kingdom of the Father. Sorry, from 44. The kingdom of heaven is like a treasure hidden in the field, which a man found and hide again. And from joy over it, he goes and sell all that he has and buys that field. Again, the kingdom of heaven is like a merchant seeking fine pearls. And upon finding one pearl of great value, he went and sold all that he had and bought it. ഇവിടെ ദൈവരാജ്യത്തെ നിധി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു നിധിയോടും, so here we can see the word of God is that a treasure which was hidden in a field. അതുപോലെ ഒരു മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോടും ദൈവരാജ്യത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. and also the word of God is showing here the merchant who is seeking to find precious pearls. ദൈവത്തിന്റെ മക്കളായ ഓരോരുത്തരെയും ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉപമയുടെ ഒരു പൊരുളായിട്ട് നമുക്ക് കാണാൻ കഴിയും. In this parable we could see that God has purchased us with a precious or a great price. നമ്മൾ അങ്ങനെ ദൈവ മക്കളായി തീരാനായിട്ട് നമുക്ക് വേണ്ടി ഒരു വില ആരോ കൊടുത്തിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. We could see that God has purchased us with a precious price from this parable. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്താണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായതും നമ്മുടെ ഹൃദയത്തിൽ നമുക്കറിയാം. We know that our Heavenly Father gave a great price and gave us the salvation. അതിന്റെ ആ വിലയുടെ വ്യാപ്തിയെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. We need to see how deep that salvation
also we need to understand in our minds. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളോട് നമുക്ക് ഇതിനോട് വായിക്കാം. Let's turn to Philippians chapter 2 verses 6 to 8. Philippians chapter 2 verses 6 to 8. Who, although he existed in the form of God, did not regard equality with God a thing to be grasped, but emptied himself, taking the form of a bond servant, and being made in the likeness of man. Being found in appearance as a man, he humbled himself by becoming obedient to the point of death, even death on a cross. കർത്താവ് തന്റെ സ്വർഗ മഹിമകളെയൊക്കെ വെടിഞ്ഞ് So he did not regard equality with God. ഈ താണ ലോകത്ത് വന്ന് He humbled himself and came to this earth. ഈ വേഷത്തിൽ മനുഷ്യനായിട്ട് ഒരു ജഡത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് He taking the form of a bond servant and being made in the likeness of man. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സാത്താന്റെ ഉടമസ്ഥയിലായിരുന്ന നമ്മളെ So he died. Jesus died for our sins on the cross. നമ്മുടെ ഉടമസ്ഥാവകാശം അന്ന് സാത്താനായിരുന്നു എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. Satan was controlled over this world, and Jesus came to save us from the sins. ആ യേശുവിന്റെ രക്തത്തിന്റെ വിലയായിട്ട് നമ്മളെ മേടിക്കുകയായിരുന്നു എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. Jesus purchased by giving his blood, giving a greater price. ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുവാൻ നമ്മൾ എന്ത് ദൈവം കണ്ടു എന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. So what is the reason for Jesus loving us so much and giving his own blood? That we need to understand. ഇവിടെയൊക്കെ ദൈവത്തിന്റെ ഒരു മുൻ നിർണയത്തെക്കുറിച്ച് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. So all of these things we could see that there is a predestination God has planned and foreseen before. യാതൊന്നും നമ്മൾ അറിയാതിരുന്നപ്പോൾ ഈ ദൈവിക വിഷയങ്ങളിൽ നമുക്ക് താല്പര്യം ദൈവം ആദ്യം ഉണ്ടാക്കി. When we didn't know anything or we didn't had any clue about the word of God, God gave us interest first of all. ഈ കാര്യങ്ങളിലൊക്കെ ഒരു നിലപാടെടുക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയും. So if we check ourselves, we didn't know anything, but God helped us to take a stand and to receive the word of God. എന്നാൽ ഇതിന്റെയൊക്കെ പിന്നിൽ ദൈവത്തിന്റെ ഒരു മുൻ നിർണയം ഉണ്ടായിരുന്നു. So if you observe closely, there is God has foreseen this plan and chose individually. നമുക്ക് സങ്കീർത്തനം 139 15-16 വാക്യങ്ങളോട് അതിനുള്ള ബന്ധത്തിൽ വായിക്കും. So if we return to Psalms chapter 139 verses 15 and 16. 15 and 16. Psalms chapter 139 verses 15 and 16. My frame was not hidden from you when I was made in secret and skillfully wrought in the depths of the earth. Your eyes have seen my unformed substance, and in your book were all written. The days were ordained for me, when as yet there was none of them. നമ്മൾ എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. So we could see that how wonderfully we was made. നമ്മൾ ഒരു ഗർഭത്തിൽ നമ്മൾ ഉരുവാകുമ്പോൾ അത് എത്ര നമ്മുടെ ഓരോ അവയവങ്ങളും എത്ര മനോഹരമായിട്ടാണ് ദൈവം കൂട്ടിച്ചേർക്കുന്നത്. അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. ദൈവം അതൊക്കെ അറിഞ്ഞിരുന്നു എന്നിവിടെ നമ്മളെ ഈ വചനം നമ്മളെ ഓർപ്പിക്കും. So when we were made up from the mother's womb, how beautifully and wonderfully God made us. That's a mystery we could see from this word of God. ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ അവയവങ്ങളെല്ലാം ശരിയായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് all our body parts were functioned properly. That's why ദൈവം ഇതെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെയാണ്. God has foreseen us all of these things. നമ്മളൊക്കെ വിവിധ പ്രായക്കാരാണ്. We all are in different ages. കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, നമ്മൾ പ്രായമായവരുണ്ട്. അവിടെയൊക്കെ ഈ സമയങ്ങളിലെല്ലാം പ്രവർത്തിക്കത്തക്കവണ്ണം ഈ അവയവങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ദൈവം നിർമ്മിച്ചിരുന്നു. We are in different ages. There are children, grown-ups, adults. So we could see that all the body functions which need to function properly in our body, God has foreseen and planned for everyone. കർത്താവിന്റെ മുൻ നിർണയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് എത്ര അത്ഭുതകരമാണ്. So if we see how God planned for each one of us, that is a mystery. ഉത്തമ ഗീതത്തിൽ കർത്താവിന്റെ സ്നേഹത്തെ ഓർപ്പിക്കുന്ന ഒരു കഥ നമുക്ക് ശ്രദ്ധിക്കാം.
So if you turn to Song of Solomon, there is a story in the Song of Solomon. ശലോമോനാണല്ലോ ആ ഉത്തമഗീതം എഴുതിയത്. So Solomon wrote the Song of Solomon. ഈ തൻ്റെ ഒരു അനുഭവം കൂടെയാണ് ഈ ഉത്തമഗീതം എന്ന് നമുക്കിതിൽ കാണാനായിട്ട് കഴിയും. We could see that Song of Solomon is written from his experience. അവിടെ കഥയിലെ ഒരു നായകൻ ശലോമോനും, So the hero in the Song of Solomon is Solomon himself. നായിക ശൂനേംകാരി എന്ന് അറിയപ്പെടുന്ന ആളുമാണ്. So the heroine is the Shulamite. ഈ കഥയിലെ നായകനായ ശലോമോൻ നായികയായ ശൂനേംകാരിയെ സ്നേഹിച്ചതും the hero, Solomon himself loved Shulamite. അവളുടെ സ്നേഹം പിടിച്ച് പറ്റിയതുമാണ് ഈ ഉത്തമഗീതത്തിന്റെ ഒരു കണ്ടന്റ്. So the interpretation of the main content behind the Song of Solomon is he captured the love of Shulamite. That is the whole chapter. അപ്പോൾ തന്നെ ശലോമോന് വളരെ ഭാര്യമാരും മറ്റ് സ്ത്രീജനങ്ങളും ഒക്കെ തന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. Solomon had many wives in his place, and he had many wives. നമുക്കൊന്ന് രാജാക്കന്മാർ 11:3 വാക്യം അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. So let's turn to, in relation to that, let's turn to 1 Kings chapter 11 verses 3. 1 Kings chapter 11 verses 3. He had 700 wives, princes, and 300 concubines, and his wives turned his heart away. മതി. അപ്പൊ അവിടെ ഈ ശലോമോൻ അനേക ഭാര്യമാരും മറ്റു സ്ത്രീകളും അവിടെ ഈ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും. So we could see from this word of God that Solomon had many wives and many princes in the place where they lived. താൻ ഇവരെ എല്ലാം ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തത് തന്നെയാണ്. Solomon loved all of them and chosen them. എന്നാൽ ഇവരെല്ലാം തൻ്റെ ധനത്തെയും തൻ്റെ ആ പ്രൗഢിയെയും മാത്രമാണ് സ്നേഹിച്ചതെന്ന് ശലോമോൻ മനസ്സിലാക്കി. But all the wives were loved Solomon's wealth and the property. അതുകൊണ്ട് താൻ അതിൽ ജീവിതത്തിന്റെ അനുഭവത്തിൽ താൻ മടുത്തു. So therefore Solomon was fed up with his life after seeing the wives, how their attitude was. അപ്പോൾ താൻ തൻ്റെ ഹൃദയത്തിൽ താൻ ഒരു കാര്യം ചെയ്യാനായിട്ട് ചിന്തിച്ചു. Solomon decided in his mind to do something. അവൻ തൻ്റെ രാജകീയ വേഷമെല്ലാം മാറ്റി വെച്ചിട്ട് So Solomon decided one day to remove all his royal attire. ഒരു സാധാരണ ഇടയ ചെറുക്കന്റെ വേഷം ധരിച്ച് So Solomon removed all his royal attire or royal position and became a shepherd boy. ആ രാജ്യത്തെ ഗ്രാമങ്ങളിൽ പോയി താമസിച്ചു. So he lived in a village. അവിടെ ഒരു ഇടയകന്യായ ശൂനേംകാരിയെ താൻ കാണുകയും അവളെ സ്നേഹിക്കുകയും അവളുടെ സ്നേഹം പിടിച്ചു പറ്റുകയും ചെയ്തു. So after moving from the royal palace, and he moved to a village, and he found the Shulamite, and he captured her love. ശൂനേംകാരത്തിയെ ഈ ഇടയ ചെറുക്കനായ ഇഷ്ടപ്പെട്ട് അവളോട് ജീവിക്കാൻ തീരുമാനിക്കുവാൻ ഇടയായി. Shulamite also decided and liked the Solomon, and started to live with him. അതിനുശേഷം ഈ ശലോമോൻ മടങ്ങി കൊട്ടാരത്തിൽ പോയി താമസിച്ചു. Then after some time Solomon went and back to live in the palace. തുടർന്ന് ഈ ശലോമോൻ ഇവളുടെ എന്നോടുള്ള സ്നേഹം യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. Solomon went to the palace and thought to check whether the Shulamite's love is real or not. ശലോമോൻ രാജാവ് എന്നുള്ള നിലയിൽ തന്നെ ഈ ശൂനേംകാരത്തിയെ കൊട്ടാരത്തിലേക്ക് വരുത്തുകയും അവളെ വിവാഹം കഴിക്കാനുള്ള ആവശ്യം അറിയിക്കുകയും ചെയ്തു. Solomon one day invited the Shulamite to come to the palace, and he let her know that interest to marry her. That was just to test her whether he liked him. എന്നാൽ അവൾ ആ ഇടയച്ചെറുക്കൻ തന്നെയാണ് എന്ന് അവൾക്ക് ഈ ഇടയച്ചെറുക്കനാണ് ശലോമോൻ എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. But the Shulamite girl didn't know that the Solomon was the same guy he met before. അതുകൊണ്ട് അവൾ ആ രാജാവിന്റെ ആവശ്യത്തിൽ നിന്ന് ഒഴിവാകുകയും
ഇടയ ചെറുക്കന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. So as she was not sure, she rejected the Solomon's as a king, and she waited for the person who had met before in the village. അപ്പോൾ ശലോമോൻ രാജാവിന് മനസ്സിലായി അവൾ തന്റെ രാജകീയ പ്രൗഢിയെയോ അല്ലെ ധനത്തിന്റെ മാഹാത്മ്യത്തെ ഒന്നും അല്ല സ്നേഹിക്കുന്നതെന്ന്. So that's how the Shulamite lady, Solomon understood that the Shulamite girl is not looking at his position or as a king. So he is waiting for the person who met in the village before. അതുകൊണ്ട് അവളെ തന്റെ പ്രിയ പത്നിയായി തിരഞ്ഞെടുത്തു എന്നാണ് ഈ ഉത്തമഗീതത്തിലെ സന്ദേശം. So from the Song of Solomon, we could see that that's how Solomon decided that the Shulamite is the real person who loved him, and that is the whole story of all book of Song of Solomon. ഈ കഥ കർത്താവായ യേശു നമ്മുടെ കർത്താവിന്റെ സ്വർഗ മഹിമകളെയൊക്കെ വിട്ട് നമുക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ വന്നതിന് സാദൃശ്യമായ ഒരു കഥയാണ്. This story of Song of Solomon is a reflection of how Lord loved us and came to this earth. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു നിഷ്കളങ്ക സ്നേഹത്തിന്റെ ഒരു ചിത്രമാണ് കർത്താവിന്റെ ഈ താണലോകത്തിലേക്കുള്ള വരവ്. So Jesus coming to this world is a picture of pure love towards the humanity. ഈ ലോകത്തിൻ്റെതായ സ്നേഹമോ ലോകം തരുന്ന സമാധാനമോ ഒന്നും അല്ല കർത്താവ് നമുക്ക് തരുന്നത്. So Jesus is giving us, it's not the love the world is giving, it's totally different. കർത്താവായ യേശുവാണ് നമ്മെ ഒരു നിധിയായിട്ട് മുത്തായി കണ്ട് തനിക്കുള്ള പദവിയെല്ലാം ഉപേക്ഷിച്ച് നമ്മെ സ്നേഹിച്ച് ഈ താണലോകത്തേക്ക് വന്നതെന്ന് ഈ ഉപമയിൽ നമ്മളോട് ഉപമ സംസാരിക്കുന്നു. So this parable says Jesus saw us a treasure and came to this world disregarding all his position as a God. He came in as a fully human. ഈ കാര്യത്തിൽ കർത്താവാണ് നമുക്ക് വേണ്ടി വേണ്ടതെല്ലാം ചെയ്തതെങ്കിലും God did all of these things for us. ഒരു ശൂന്യക്കാരത്തിയെ പോലെ നമുക്ക് ഇടയച്ചെറുക്കന് വേണ്ടി ഇടയച്ചെറുക്കനെ സ്നേഹിച്ച ഇടയച്ചെറുക്കന് വേണ്ടി ഒരു നിലപാടോടുകൂടി നിന്നതുപോലെ. So similar to the Shulamite who stood for Solomon, we also need to take a stand for the Lord. ആ കർത്താവിന്റെ സ്നേഹത്തോട് നമ്മൾ പ്രതികരിക്കുകയും we need to respond to the God's love. കർത്താവിന് വേണ്ടി ഒരു നിലപാട് എടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. We need to take a stand for God. That is the thing God is expecting us to do from our side. അത്തരമൊരു സ്നേഹമാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. God is looking for that kind of love from us. കർത്താവിന്റെ സ്വഭാവം അതാണ്. God's nature is like that. അതേസമയം ശൂലേംകാരത്തി ആ കൊട്ടാരത്തിന്റെ മഹിമയും അതിലെ ധനവും എല്ലാം കണ്ട് ശലോമോൻ രാജാവിനെ അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ, if the Shulamite was after seeing Solomon in the palace, and if she was going after him, കർത്താവിന്റെ ശലോമോന്റെ മുമ്പാകെ താൻ ഒരു അയോഗ്യയായ in the eyes of Solomon she wouldn't have a good girl. അതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി ഇത്രയും വില കൊടുത്ത് ഈ താണ ലോകത്തേക്ക് വന്ന് നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച് കാണിച്ചു. Jesus came to this world as a fully human, disregarding all his position, and he lived and showed us a life. അപ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഓരോ വിശ്വാസിക്കും ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സ്വർഗീയമായ അനുഭവങ്ങളെ കുറിച്ചൊക്കെ. So Jesus is giving us an example of God's promises through him. എന്നാൽ നമ്മുടെ ലക്ഷ്യം ആ സ്വർഗമാണ് എങ്കിൽ, if our focus is only to reach heaven, അതിന്റെ മഹിമകളാണെങ്കിൽ, only to reach heaven and its glory, നമ്മൾ കർത്താവിന്റെ മുമ്പിൽ കർത്താവിന് നമ്മുടെ നോട്ടത്തിൽ കർത്താവിന് നമ്മൾ പ്രിയപ്പെട്ടവരാകില്ല. But God will not be pleased with our perspective. എന്നാൽ കർത്താവ് താണ ലോകത്തേക്ക് ഇറങ്ങി വന്ന കർത്താവിന്റെ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, so if we are looking at Jesus and how he lived on this earth, if we are looking to, our goal is to pursue that is Jesus is looking from us. കർത്താവിന്റെ മുമ്പാകെ നമ്മൾ വിലപ്പെട്ടവരാണ്. So Jesus will be very pleased with us. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ ലക്ഷ്യം നമ്മളെ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരാക്കുക എന്നുള്ളതാണ്.
So Jesus looking from us is we need to be conformed to the likeness of Son of God. That is Jesus. ആ ഒരു മുൻനിർണയത്തോടെയാണ് കർത്താവിന്റെ ഈ രക്ഷാ പദ്ധതികളെല്ലാം ഇവിടെ കർത്താവ് ചെയ്തത്. God predestined us in such a way that he sent Jesus to this earth so that we could be an example and live a life looking unto him. ശലോമോൻ തനിക്കൊരു പ്രിയ പത്നിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത ആ പദ്ധതി പോലെ What's in such a way Solomon did for his partner Shulamite, കർത്താവ് നമുക്ക് വേണ്ടി മുൻ നിർണയിച്ച രക്ഷാ പദ്ധതി അതാണ്. God predestined the salvation in a similar way. ആ നിലയിൽ നമ്മൾക്കും ആ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുക എന്നുള്ളതായ ആഗ്രഹം, ആ കർത്താവിന്റെ സ്വഭാവത്തെ ആ നിലയിൽ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നാം വിലപ്പെട്ടവരാണ്. So as a human, we live in this world, we need to look unto Jesus, and our desire is to be more like Jesus, to conform to the likeness of Jesus. That should be our goal. ആ നിലയിൽ കർത്താവിന്റെ സ്നേഹത്തോട് നമ്മൾ പ്രതികരിക്കുകയും we need to respond in such a way of God's love. ആ കർത്താവിന് വേണ്ടി ഒരു നിലപാട് എടുക്കുകയും ചെയ്യണം. We need to take a stand for God in such a way. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ പ്രതീക്ഷിച്ച കർത്താവ് നമുക്ക് വേണ്ടി മുൻനിർണയിച്ച ആ രക്ഷ നമുക്ക് അവകാശമാക്കാൻ കഴിയില്ല. So if we don't respond in such a way that our goal is to become like Jesus, then what God has predestined will not come into true effect. കർത്താവ് നമുക്ക് ഒരുക്കി ഇത്ര വലിയ രക്ഷ നമുക്ക് സൗജന്യമായിട്ട് തരുന്നത് അതിന് വിലയില്ലാഞ്ഞിട്ടല്ല. God gave us this precious gift freely, not because it doesn't have any price. ആ ഇത്ര വലിയ രക്ഷയ്ക്ക് വില കൊടുക്കാൻ മാത്രമുള്ള പ്രാപ്തി നമുക്കില്ലാത്തത് കൊണ്ടാണ്. That is because we are not able to buy this precious gift by our own. അത് ദൈവത്തിന്റെ സ്വന്തം പുത്രന്റെ ജീവന്റെ വിലയാണ്. It is the price of his own son, that is Jesus Christ. ഈ പുത്രന്റെ ജീവൻ നൽകിയ വിലയാണ് നമുക്ക് പിതാവ് കൊടുത്തത്. We could see that God gave his own son. That is the price he paid. ആ പ്രിയ പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപരാകാനാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. So God is expecting us, we need to conform to the likeness of his son, that is Jesus Christ. ശൂലേംകാരത്തി ആ കൊട്ടാരത്തിലും ആ മഹിമയിലും ഇഷ്ടപ്പെട്ട് പോയിരുന്നെങ്കിൽ താൻ അയോഗ്യയായി പോകുന്നത് പോലെ, if the Shulamite was looking at to the palace and if she liked and going after with the things she was seeing, നമുക്ക് നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗവും അവിടുത്തെ സ്വർണ്ണ തെരുവീതികളും അതുപോലെയുള്ള മഹിമകളുമാണ് നമ്മളെ ഭ്രമിപ്പിക്കുന്നതെങ്കിൽ, so if we are attracted from the heaven and the riches in the heaven and going just after to reach the heaven, അത് ദൈവമുമ്പാകെ നമ്മളെ അയോഗ്യരാക്കും. Jesus will not be pleased with that. യഥാർത്ഥമായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, God is looking from us, ദൈവത്തിന്റെ പുത്രനോട് നമ്മൾ അനുരൂപപ്പെടുക എന്നുള്ളതാണ്. To be more like Jesus in our day-to-day life. That is what Jesus is looking from our daily life. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം കൂടെ നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. Let's learn from in relation to that, let's learn from Romans chapter 8 verses 29. From those who foreknew, he also predestined to become conformed to the image of his son, so that he would be the firstborn among many brethren. അവിടെ ആദ്യജാതനായ മൂത്ത സഹോദരനായ കർത്താവിനോട് അനുരൂപപ്പെടുന്ന അനേക സഹോദരന്മാരെയാണ് ഇവിടെ ഈ ശൂലേംകാരത്തിന്റെ സ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. So we could see that Jesus is looking us as an elderly brother. Jesus is expecting us to be conformed to the image of his son. ആ നിലയിൽ നമ്മുടെ ലക്ഷ്യത്തെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഫോക്കസിനെ നമ്മൾ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. So we need to prepare our focus or goal towards such a way that our daily life should be transformed like the image of his son. ദൈവം ആ നിലയിലാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. That's why God chose us.
or he expects us to do. ആ നിലയിലുള്ള ഒരു ഫലമാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. God is expecting us to be fruitful in such a way. യോഹന്നാന്റെ സുവിശേഷം 15-16 അധ്യായത്തിന്റെ 16 വാക്യം നമുക്ക് വായിക്കാം. Let's turn from John chapter 15. John chapter 15 verses 16. You did not choose me, but I chose you and appointed you that you would go and bear fruit, and that your fruit would remain, so that whatever you ask of the Father in my name, he may give to you. നമ്മൾ ആ നിലയിൽ കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളൊരു സ്വർഗത്തിൽ പോകാനുള്ള ഒരു ലക്ഷ്യത്തോടെയല്ല ഭൂമിയിൽ ജീവിക്കേണ്ടത്. When we live in this world, our goal shouldn't be just reaching to the heaven. കർത്താവിന്റെ സ്വഭാവത്തിന് അനുരൂപമായ ഒരു ജീവിതം നമ്മൾ ഭൂമിയിൽ നയിക്കുന്നതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. So God's purpose or God's goal is that we need to live our daily life to be conformed to the likeness of his son, that is Jesus Christ. ആ നിലയിൽ ആ ഒരു ലക്ഷ്യത്തിൽ പോകുമ്പോൾ തക്ക സമയത്ത് കർത്താവ് നമുക്ക് സ്വർഗീയ മഹിമകളെ തരും എന്നുള്ളത് ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. So if we live like such a life, God will give us the heavenly riches in this world. പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഫലകരമായ ജീവിതത്തിന് വേണ്ടിയാണ് when we do live our practical life, God is expecting us to live such a practical life. ദൈവത്തിന്റെ സഭയും നമുക്ക് സഹോദരന്മാരെയൊക്കെ തന്നിരിക്കുന്നത്. So that's why God gave us church and also brethren. നമ്മൾ ഈ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനും that is because not to change our focus. നമ്മൾ പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെട്ടു പോകാതിരിക്കാനായിട്ടും our heart shouldn't be deceived from the deceitfulness of sin. അത് നമ്മുടെ ആ ലക്ഷ്യം മാറിപ്പോകാതിരിക്കാനും also not to shift from our real focus. അന്യോന്യം ഓർപ്പിക്കാനുമായിട്ടാണ് നമ്മൾ ആ നിലയിൽ കൂടി വന്നിരിക്കുന്നത്. Also to remember among our brethren that to what is our real goal. എബ്രായർ 3:13 വാക്യം കൂടെ നമുക്ക് ഇതിനോടൊപ്പം വായിക്കാം. Let's turn to Hebrews chapter 3 verses 3. 3 verses 13. Sorry, Hebrews chapter 3 verses 13. But encourage one another day after day, as long as it is still called today, so none of you will be hardened by the deceitfulness of sin. ആ നിലയിൽ നമ്മുടെ ലക്ഷ്യം മാറിപ്പോകാതെ നമുക്ക് അന്യോന്യം ആ നിലയിൽ നമ്മൾ ഓർപ്പിച്ചുണർത്തുന്നവരാകണം. Let us exhort among brethren day to day, and let us look our focus carefully. അങ്ങനെ ആ ലക്ഷ്യത്തോടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം So if we live a life like that, whatever happening in their life, അവർക്കെല്ലാം നന്മയ്ക്കായിട്ട് ദൈവം തീർക്കും. God will work everything good for them. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് So if we love God, നിർണയപ്രകാരം അല്ലെങ്കിൽ പ്രീ ഡിസ്റ്റൈൻഡ് ആയിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നവർക്ക്, so if we live a life in such a way, if we read from Romans 8:28, which we had read before, and we know that God calls us all things to work together for good to those who love God, to those who are called according to his purpose. ആ നിലയിൽ അവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് തീർക്കും. So God will make everything work for good for them. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് തീർക്കുന്നത്. So if we love God, for those people, God will work everything good for them. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നത് എല്ലാം നന്മയ്ക്ക് ആയിരിക്കണമെന്നില്ല. So in this world, whatever happening to all of the people in the world may not be good for them. എന്നാൽ ഈ ലക്ഷ്യത്തോടെ പോകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അവരുടെ നന്മയ്ക്ക് മാത്രമാണ്. So if we think that the focus or the goal is to become like Jesus, whatever happening in their life is ultimately will work together for the good. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ വഴിയിലെല്ലാം ദൈവം നമുക്ക് അനുകൂലമാണ്. God will be with us in whatever happening in our life. റോമർ 8:31 അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. Let's read from Romans 8 verses 31. What then shall we say to these things? If God is for us, who is against us? അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്നുള്ളതായ വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. This is a famous verse that if God is with us,
who can stand against us? ഈ വാഗ്ദാനവും So this promise, ഈ ഒരു ലക്ഷ്യത്തോടെ പോകുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. so this promise is for the people who has the goal in such a way which we discussed before. ആ ലക്ഷ്യത്തോടെ പോകുന്നവരെ കർത്താവ് ആത്മീയമായി അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കും. So God will bless them who has the real focus which we discussed before. 8:30 അത് നമ്മൾ വായിക്കുന്നു. We can see from Romans chapter 8 verses 30, and these whom he predestined he also called, and these whom he called he also justified, and these whom he justified he also glorified. ആ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള നമ്മുടെ യാത്രയിൽ ഈ കാര്യങ്ങളൊക്കെ ദൈവം നമ്മളിൽ ചെയ്തുകൊണ്ടിരിക്കും. So God will do everything when we live this life in such a way. അത് മാത്രമല്ല, ദൈവം നമ്മൾ ആ ശൂന്യകാര്യത്തിന്റെ അനുഭവത്തിൽ ശലോമോൻ പ്രതീക്ഷിച്ചതുപോലെ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ വിശുദ്ധരും ദൈവം മുമ്പാകെ നിഷ്കളങ്കരുമാകണമെന്നാണ്. So in similar way how Solomon was expecting from Shulamite, God is expecting from us to be holy and blameless. എഫേസ്യ ലേഖനം 1-ാം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളോടെ നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ വായിക്കാം. In relation to that, let's read from Ephesians chapter 1 verses 4 to 6. Just as he chose us in him, but before the foundation of the world, that we would be holy and blameless before him in love. അതുപോലെ ദൈവം നമ്മളിൽ നിന്ന് പല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. So God is expecting us many things from us. ഇതുവരെ നമ്മൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത്. We were looking at what God has did for us. ദൈവത്തിന്റെ ആ സ്നേഹത്തിലുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ആവശ്യമാണ്. We need to have how God loved us. We need to have that assurance in our hearts. ആര് മാറിയാലും മാറാത്തവനായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് ഉറപ്പ് ആവശ്യമാണ്. Whoever changes, but God will not change. That assurance we need to have in our hearts. ആ ദൈവത്തിൽ ആ പ്രത്യാശയുള്ള നമ്മൾ ഓരോരുത്തരും അവൻ എങ്ങനെ നിർമ്മലനായിരിക്കുന്ന പോലെ അതുപോലെ നാമും നമ്മെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കും. We need to have that hope in our lives, that we need to be more like Jesus in our day-to-day lives. ആ നിലയിൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ നിഷ്കളങ്കരും വിശുദ്ധരുമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കും. So God is expecting us. We need to be holy and blameless in God's sight. That is He is expecting from us. അവനാണ് ആദ്യം നമ്മെ സ്നേഹിച്ചത്, അതുകൊണ്ടാണ് നാം സ്നേഹിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. God first loved us. That is the first thing we need to understand in our hearts. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയിലൊക്കെ നമുക്ക് ആ ഒരു ഉറപ്പ് ആവശ്യമാണ്. We need to have that assurance in our prayers. നമുക്ക് പ്രാർത്ഥനയിൽ നമ്മുടെ എന്തെങ്കിലും മെറിറ്റ് കൊണ്ടല്ല, ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് എന്നുള്ളതായ ഉറപ്പ് നമ്മുടെ പ്രാർത്ഥനയിൽ ആവശ്യമാണ്. In our prayers we need to understand that not because of our merit that God loved us, because He chose us. Even we don't had any merit from our side. ദൈവത്തിന്റെ ദൈവിക മുൻനിർണയങ്ങളെ ഓർപ്പിച്ച് വേണം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാൻ. When we pray to Jesus, we need to see how God chose us, that He predestined in His plan. അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് അത് കാണാനായിട്ട് കഴിയും. We could see that from all the apostles how they prayed. അപ്പോസ്തല പ്രവൃത്തികൾ 4:28-29 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. So let's read from Acts of Apostles chapter 4 verses 28, right? 28 and 29. 28 and 29. To do whatever your hand and your purpose predestined to occur. And now, Lord, take note of their threats and grant that your bond servant may speak your word with all confidence. അതെ, പഠിപ്പും വിദ്യാഭ്യാസവും കുറഞ്ഞ അപ്പോസ്തലന്മാര് ആ ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള ഉറപ്പിലും നിശ്ചയത്തിലുമാണ് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിന്റെ മറുപടി സ്വർഗത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുകയും ചെയ്തു. The apostles hadn't had many education qualification, but still they prayed with the assurance that God predestined them and chose them. ആ നിലയിൽ ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള ഉറപ്പിൽ വേണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. So when we pray, we need to have that assurance in our hearts, and we need to pray in such a way God so loved us. നമുക്ക് നമ്മളിലുള്ള ഒരു കോൺഫിഡൻസിലല്ല നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. When we pray to God, we shouldn't pray in such a way that we had confidence in ourselves. ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള ആശ്രയത്തിലാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. We need to trust in God and we need to pray. നമ്മൾ പുതിയ സുവിശേഷത്തിലെ ഒരു സാദൃശ്യം കർത്താവ്
പറഞ്ഞതുകൂടെ നമുക്ക് ചിന്തിക്കാം ഇതിനുള്ള ബന്ധം. Let's turn to a parable Jesus has spoken. പ്രാർത്ഥനയിൽ രണ്ടുപേർ ദൈവം മുമ്പാകെ നിന്നതിനെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. When we turn from Luke chapter 18, we could see two people were praying, how they prayed. Luke chapter 18, verses 10 to 14. Two men went up into the temple to pray, one Pharisee and the other a tax collector. The Pharisee stood and was praying this to himself: God, I thank you that I am not like the other people, swindlers, unjust, adulterers, or even like the tax collector. I fast twice a week, I pay tithes of all that I get. But the tax collector, standing some distance away, was even unwilling to lift up his eyes to heaven, but was beating his breast, saying, God, be merciful to me, the sinner. I tell you, this man went to this house justified rather than the other. For everyone who exalts himself will be humbled, but he who humbles himself will be exalted. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തന്നിൽ തന്നെ നോക്കി തന്നിൽ തന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന പരീശനെയും. So we could see how the Pharisees prayed. He was looking himself and praying. തന്നിൽ ഒന്നും ആശ്രയിക്കാൻ കഴിയാതെ ദൈവത്തിൽ മാത്രം കണ്ണുകൾ അർപ്പിച്ചിരിക്കുന്ന ചുങ്കക്കാരനെയുമാണ്. So if we could observe closely how the tax collector was prayed, he was not looking at himself, but rather he was looking at to God and praying. ചുങ്കക്കാരൻ പ്രാർത്ഥനയുടെ മറുപടി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവിടുന്ന് കടന്നുപോയി. So the tax collector prayed and he got the response from God and left. പരീശൻ ഒരു സ്വയതൃപ്തിയോടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലഭിക്കാതെയും കടന്നുപോയി. After Pharisee prayed, he did not get any answer, but he left without any answer. നമുക്ക് അതുപോലെ ഈ ഉപമയുടെ അല്ലെങ്കിൽ ഈ വിലയേറിയ നിധിയുള്ള വയലിൻ്റെയും അതുപോലെ വിലയേറിയ മുത്തിന്റെ അന്വേഷിച്ച വ്യാപാരിയുടെ ഉപമയുടെ മറുവശം കൂടെ നമുക്ക് ചിന്തിക്കാം. So let's see the other side of the parable which we discussed before. ഒരു പക്ഷിക്ക് 2 ചിറക് ആവശ്യമുണ്ട്. A bird need 2 wings to fly. അതുപോലെ ഒരു കോയിന് വാല്യൂ ഉണ്ടാകണമെങ്കിൽ അതിന് 2 സൈഡും ആവശ്യമാണ്. If the coin need to have value, it need also 2 sides. നമ്മുടെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ വേണ്ട മനോഭാവം എന്തായിരിക്കണം എന്നൂടെ നമുക്ക് ഇതിനോട് ചിന്തിക്കാം. Let's see what should be our attitude towards these things, or our response to these things. ആ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്ന ആ ഒരു പ്രത്യാശയുമായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, if our hope is to become like Jesus in our daily life, നമ്മൾ ഡെയിലി ലൈഫിൽ കർത്താവ് നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മൾ നിർമ്മലരായി തീരും. So how God is righteous, our attitude also to be how can we be righteous in our daily life. അതുപോലെ ആ വിലയേറിയ മുത്ത് അന്വേഷിച്ച വ്യാപാരിയുടെ സ്ഥാനത്ത് നമ്മളെ കാണണം. So we need to see ourselves as a merchant who was seeking a precious gift, pearl. ആ വിലയേറിയ മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയായിട്ട് നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ, if we see ourselves as a merchant who was seeking a precious gift, അത് ആ മുത്ത് അവകാശമാക്കണമെങ്കിൽ നമുക്ക് ഈ വ്യാപാരി എന്നുള്ള നിലയിൽ നമുക്ക് ഉള്ളതെല്ലാം വിറ്റാലേ ഈ മുത്ത് മേടിക്കാനായിട്ട് കഴിയുള്ളൂ. So if we consider our position like a merchant who was seeking fine pearls, we also need to sell whatever we have from our lives. Then only we can purchase what God has in our store for us. ഈ ഉപമ അത് നമ്മളെ ഓർപ്പിക്കുന്നു. God is reminding this parable in such a way. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധനികനായാലും ദരിദ്രനായാലും, so it doesn't matter if we are rich or poor, നമുക്കുള്ളതെല്ലാം കൊടുത്താലേ ഈ വിലയേറിയ മുത്ത് മേടിക്കാനായിട്ട് കഴിയുള്ളൂ. we need to sell everything what we have, then only we will be able to buy the precious pearl. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനം പറയുന്നത് ധനികന്മാർ ദൈവരാജ്യത്തിൽ കടക്കുന്ന പ്രയാസമാണെന്ന് പറയും. God is saying in the word of God that the rich people, it's difficult for rich people to enter in the kingdom of God. എന്നാൽ ഈ മുത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യനാകുന്ന കാര്യത്തിൽ ദരിദ്രനായാലും ധനവാനായാലും തനിക്കുള്ളത് മുഴുവൻ കൊടുത്താൽ നമുക്ക് ശിഷ്യനായിട്ട് തീരാനായിട്ട് കഴിയും. So in how we are receiving the discipleship, even if we are rich or poor, if we are
in a position to sell everything what we have, they will be able to become a disciple of Jesus. ദൈവത്തിന് ഈ കാര്യത്തിൽ ഒരു BPL നിലവാരമുണ്ട്. God is having a BPL standard for this, ബിലോ പോവർട്ടി ലൈൻ. below poverty line. ആ ലൈനിന് താഴെയുള്ളവർക്ക് മാത്രമേ ഇത് അവകാശമാക്കാൻ കഴിയുള്ളൂ. So if we are in a position below poverty line, those people will be able to receive this truth or the precious pearl. അത് കർത്താവ് മാത്രമാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ നിർണ്ണയിക്കുന്നത്. God is looking at us and deciding our position. സ്മിർനയിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് 2:9 So if we turn to Revelation chapter 2 verses 9, the church in Smyrna, അവിടെ I know your tribulation and your poverty, but you are rich, and the blasphemy by those who say that. മതി. അവിടെ ഈ സ്മിർനയിലെ സഭയുടെ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം കർത്താവ് അറിയുന്നു എന്ന് പറയുന്നു. So we can see that the church in Smyrna, God knows their poverty. അവരെ ആത്മാവിൽ വളരെ ദാരിദ്ര്യമുള്ള ഒരു അനുഭവമുള്ള ആൾക്കാരായി. They were very poor in spirit. എന്നാൽ കർത്താവ് അവരെ പറഞ്ഞു, നീ സ്വർഗീയമായി വളരെ ധനവാനാണെന്ന് അവിടെ കർത്താവ് സർട്ടിഫൈ ചെയ്തു. Even though they were very poor, but God told them that you are very rich in the spirit and heaven, you have the heavenly riches. അതുപോലെ ധനികനായ സക്കായി. And also if we think about the Zacchaeus, സക്കായും വളരെ ധനവാനായ ഒരാളാണ്. Zacchaeus was a very rich person. തൻ്റെ ധനം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, so when Zacchaeus was calculating all of his wealth, അതിൽ പലതും അന്യായമായിട്ട് സമ്പാദിച്ചതൊക്കെയാണ്. so he collected lot of money not in a proper way. അതുകൊണ്ട് താൻ സകലതും ദൈവം മുമ്പാകെ സമർപ്പിച്ചപ്പോൾ, when he submitted all of his money before God, താൻ അന്യായമായി സമ്പാദിച്ചതെല്ലാം അത് തിരികെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. he returned all the wealth he had collected wrongly. അപ്പോൾ താൻ ആ നിലയിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന് ഒത്തവണ്ണം വന്നു. So he came to the God standard in such a way. അങ്ങനെ തനിക്കും ആ ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരാൻ കഴിഞ്ഞു എന്ന് കർത്താവ് പറയുന്നു. That's how he was able to reach. അവനെ സക്കായിയെ കുറിച്ച്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇവന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. So God was saying about Zacchaeus that you are the son of Abraham, you are also blessed and you are saved. ആ നിലയിൽ ഈ ഉപമ നമ്മളോട് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. So this parable is saying also another thing. നമ്മളൊരു ഓട്ടക്കളത്തിലാണ് എന്നുള്ളതാണ് ഈ ഉപമ നമ്മളെ ഓർപ്പിക്കുന്നത്. This parable also noting us that we are living a Christian life like a race. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ഈ ഓട്ടക്കളമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. God prepared this race before the foundation of the world. നമുക്ക് ഓരോരുത്തർക്കും ഒരു ചെസ് നമ്പറും ദൈവം തന്നിട്ടുണ്ട്. God has given each one of you a chess number. കർത്താവിന്റെ ശിഷ്യത്വത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഓട്ടം നമ്മൾ ആരംഭിക്കുകയാണ്. When we start our discipleship, the race will begin. ദൈവം നിർണയിച്ച ഒരു ഫിനിഷിംഗ് പോയിന്റിൽ അവസാനിക്കുകയും ചെയ്തു. And it will end at the point of God has predetermined, that is the finishing point. ആ ശിഷ്യത്വത്തിന് നമ്മൾ കൊടുക്കേണ്ട വില നമ്മുടെ സകലതുമാണ്. So the price of discipleship is whatever we have, that is the price of discipleship. ഈ നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയെ ദൈവരാജ്യത്തോട് ഈ ഉപമയിൽ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. So whoever is seeking good, it is often referred to as a merchant who is seeking the fine pearls. ഈ വ്യാപാരിയെ സാദൃശ്യമാക്കിക്കൊണ്ട് when we look at this merchant, ഈ കാർലോസ് ഓർട്ടിസ് എന്ന ഒരു ദൈവദാസൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. there is a book written by author Ivan Carlos Ortiz. ഒരു കഥ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. There is a story he says like this. അതൊരു വ്യാപാരിയുടെ കഥയാണ്. That is about a dealer. അവിടെ മുത്താണ് അദ്ദേഹം വ്യാപാരം ചെയ്തത്. He was selling pearls. അല്ലെങ്കിൽ ഈ ദൈവരാജ്യമാണ് അവിടെ വ്യാപാരം ചെയ്യുന്നത്. So that we can consider as the heavenly riches. അത് അന്വേഷിച്ച് വരുന്ന ഒരാള്, so one person was looking and coming and wanted to buy this pearl.
അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഈ പുസ്തകത്തിൽ ചിത്രീകരിക്കുന്നത്. So the conversation between the dealer and the person who comes to buy, that conversation is noted in the story. അത് മേടിക്കാൻ വന്ന ആള് തന്റെ മുഴുവൻ സ്വത്തുകളും അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. So the dealer was saying that you need to give all the property, then only you can buy this pearl. അങ്ങനെ ഈ വ്യാപാരിയെ ഒരാള് ഈ നിലയിൽ സമീപിച്ചു. So there was a person who came and met this dealer who is selling the precious pearl. അവർ രണ്ടുപേരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു. So they sat down in front of a table. ഈ വ്യാപാരി ചോദിച്ചു, നിനക്ക് എന്തെല്ലാം ഉണ്ടെന്ന് ചോദിച്ചു. So the dealer asked the person who came, what all do you have? എൻ്റെ ബാങ്കിൽ ഒരു 5000 യൂറോ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. So the person said, I have 5,000 rupees, 5,000 euros in my bank account. അത്ര മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. Then the dealer asked, do you have only that much? അപ്പോൾ പറഞ്ഞു, തന്റെ പിന്നീട് എനിക്ക് പോക്കറ്റിൽ ഒരു 60 യൂറോയുടെ കാണുമായിരിക്കും. So the person said, I have 60 euros in my pocket. അതൂടെ എഴുതാൻ പറഞ്ഞു. Then he listed out that 60 euros. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അപ്പൊ ഞാൻ വീട്ടിൽ പോകാൻ ഇനി എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. So the person said, I don't have money to go back to home. അപ്പോൾ താൻ പറഞ്ഞു, താങ്കൾക്ക് ഒരു വീടുണ്ടല്ലേ എന്ന് ചോദിച്ചു. Then the dealer asked, oh, you have a house? അന്ന് നമുക്ക് ആ വീടുകൂടെ എഴുതണമെന്ന് പറഞ്ഞു. Then I will list out the house also. അപ്പൊ ഞാൻ ഇനി എവിടെ ജീവിക്കും, കാർ ഷെഡിൽ ജീവിക്കുമോ എന്ന് ചോദിച്ചു. Then the person asked, now where will I live? Will I live in a car shed? അപ്പൊ താങ്കൾക്ക് ഒരു കാർ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. Then the dealer asked, oh, you have a car? നമുക്ക് ആ കാറൂടെ എഴുതണമെന്ന് പറഞ്ഞു. Okay, then I will list down the car also. അപ്പൊ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ എങ്ങനെ യാത്ര ചെയ്യുമെന്ന് ചോദിച്ചു. So how will my partner and my children how will we travel? താങ്കൾക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഇത് എഴുതണമെന്ന് പറഞ്ഞു. Oh, you have family, you have partner and children. Okay, I will list down them as well. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. Now how will I live? ഓക്കെ, നിന്നെ കൂടെ ഇതിൻ്റെ അകത്ത് എഴുതണമെന്ന് പറഞ്ഞു. Oh, your name also, that also need to be written down here. ഇതിനെല്ലാം അവസാനം ഈ അന്വേഷിച്ചു വന്ന ആള് സമ്മതിച്ചതെല്ലാം എഴുതി കൊടുത്തു. അഗ്രിമെന്റ് ഒക്കെ എല്ലാം ചെയ്തു. So the person agreed to list down all of this. And he agreed for that. അദ്ദേഹം ഈ മുത്ത് ഇതിന് പകരമായിട്ട് കൊടുത്തു. So the dealer gave the precious pearl in return of whatever he gave. അദ്ദേഹം പോകാനായിട്ടൊക്കെ എഴുന്നേറ്റപ്പം അദ്ദേഹം പറഞ്ഞു, താങ്കൾ പോകുമ്പോൾ ഇപ്പൊ എഴുതി തന്ന ഈ സാധനങ്ങളെല്ലാം താങ്കൾ തന്നെ എടുത്തു, താങ്കളുടെ ബാങ്കിലെ അക്കൗണ്ട് താങ്കൾ ഇപ്പൊ തൽക്കാലം ഉപയോഗിച്ചോ. So the dealer said to the person who came, okay, you even though I took everything, I listed down, you can take it back, whatever you written down here. അതുപോലെ തന്റെ പോക്കറ്റിലുള്ള പൈസയും തങ്ങളുടെ വീടും അതുപോലെ കാറും കുടുംബത്തെ എല്ലാം ആ നിലയിൽ പഴയ നിലയിൽ തന്നെ താങ്കൾ ഉപയോഗിച്ചോളൂ. You can use the bank account, the car, the money, pocket money you had, everything you can use it. എന്നാൽ താങ്കളുടെ ഉടമസ്ഥാവകാശം മാത്രം താങ്കൾക്ക് ഇനിയില്ല, എനിക്കാണ് എന്ന് വ്യാപാരി പറഞ്ഞു. But the sense of ownership belongs to me. That's what the dealer said to the person. ഒരു മനുഷ്യനെ ധനവാനാക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഉടമസ്ഥാവകാശങ്ങളാണ്. So the sense of ownership makes us rich. അത് പോയാൽ നമ്മൾ യഥാർത്ഥത്തിൽ ദരിദ്രരാണ്. So if the sense of ownership is removed from our hearts, we will become poor. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വരുന്ന എല്ലാ ഉത്കണ്ഠകളുടെയും പിരിമുറുക്കങ്ങളുടെയും അടിസ്ഥാനം ഈ ഉടമസ്ഥാവകാശമാണ്. So in this world when we live, we have anxiety, distress, stress. All those is because the ownership of the things of the world. ഈ ഉടമസ്ഥാവകാശം നമ്മൾ കർത്താവിന് സമർപ്പിക്കുന്നെങ്കിൽ we need to submit this sense of ownership to God. ഈ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാറി നമുക്ക് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ കഴിയും. We can rejoice in Lord if we submit this sense of ownership to God. അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ പരിശോധിക്കാം. If we think about Abraham, അബ്രഹാം കർത്താവിൽ വിശ്വസിച്ച് നീതിയായിട്ട് അവൻ കണക്കിട്ട് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിട്ട് ജീവിച്ചു വന്നു. Abraham was living a righteous life. സന്തോഷമുള്ള ഒരു വിശ്വാസമുള്ള ഒരു ജീവിതം അദ്ദേഹം നയിച്ചു. He lived a life which was faithful to God. എന്നാൽ ഇസഹാക്ക് തന്റെ ജീവിതത്തിൽ ജനിച്ചത് മുതൽ after the Isaac was born, ദൈവത്തോടുള്ളതായ ബന്ധത്തിന് ഒരു കുറവ് വരികയും ഈ ഐസക്കിനോട് അല്ല ഇസഹാക്കിനോടുള്ള തന്റെ അടുപ്പം കൂടുകയും ചെയ്തു. After Isaac was born, the relationship with God was reduced and
relationship with Isaac was increased. എന്നാൽ കർത്താവ് ഇത് മനസ്സിലാക്കിയപ്പോൾ When God came to know this, ഇസ്ഹാക്കിനെ ബലി കഴിക്കാനായിട്ട് അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു. so God asked Abraham to sacrifice Isaac. അബ്രഹാം അതിന് തയ്യാറായി ഈ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ Abraham was willing to do that, and when he did everything, ഈ വ്യാപാരി ചെയ്തതുപോലെ ഈ ഇസ്ഹാക്കിനെ അബ്രഹാമിന് മടക്കി കൊടുത്തു. after that, the same way the merchant which we discussed, the dealer, God gave back the Isaac to Abraham. തുടർന്ന് ഇസ്ഹാക്കിനെ ോടുള്ള ബന്ധം തൻ്റെ ആ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുത്തിയ നിലയിലായിരുന്നു അബ്രഹാം നയിച്ചത്. So after that, Abraham was leading a life in such a way that ownership belongs to God. നമുക്ക് അബ്രഹാമിന്റെ ജീവിതം നോക്കുമ്പോൾ തുടർന്ന് അബ്രഹാം ഒരു പരദേശ മനോഭാവത്തോടെ ലോകത്ത് ജീവിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. When we observe closely the life of Abraham, we could see that Abraham lived a life that like a stranger in a foreign land. എബ്രായർ 11:13 വാക്യം നമുക്ക് വായിക്കാം. If we turn to Hebrews chapter 11:13. 11 verses 13. All these died in faith without receiving the promises, but having seen them and having welcomed them from a distance, and having confessed that they were strangers and exiles on the earth. അതുപോലെ ഈ എബ്രായർ 11 അനേക സാക്ഷ്യ ജീവിതം നയിച്ച വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. We can see from in the Hebrews the people who lived a faithful life. ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചവരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. They were testified from God himself. അവരെല്ലാം ഭൂമിയിൽ തങ്ങൾ ഒരു പരദേശികളാണെന്നുള്ള മനോഭാവത്തിൽ ജീവിച്ചവരാണ്. They lived, all these people who God testified, they lived a life in such a way that they thought themselves as a strangers in this world when they live in this life. തങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് അവര് ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുത്തി ഭൂമിയിൽ ജീവിച്ചവരാണ്. They lived in a life such a way that ownership belongs to God, and they lived in this world as a stranger. പുറപ്പാട് പുസ്തകം 2:22. If we turn to Exodus chapter 2, അത് മോശയുടെ ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത്. that is talking about the life of Moses. മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ സകല സമ്പത്തോടു കൂടെ ജീവിച്ചു. Moses was living in Pharaoh's palace with full riches. That is from Exodus chapter 2 verses 22. Exodus chapter 2 verses 22. വായിക്കുന്നതിന് മുമ്പ് നമുക്ക് മോശയെ കുറിച്ച് അല്പസമയം ചിന്തിക്കാം. Let's see about Moses first. മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ സകല സമ്പത്തോടു കൂടെ ജീവിച്ചു. Moses lived a rich life in the Pharaoh's palace. എന്നാൽ അവന്റെ ഹൃദയത്തിൽ എപ്പോഴും ഈ മഹിമകളെക്കാൾ ദൈവത്തിന്റെ നിന്ന അവന് വലിയ ധനമായി. But in his heart, all these good things or the riches, that was less bothered with in his heart. അതുകൊണ്ട് തന്റെ പ്രായോഗിക ജീവിതത്തിൽ തനിക്കൊരു പ്രത്യേക സന്ദർഭത്തിൽ in his practical life, Moses ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. Moses had to choose something. അത് തന്നെ ഒന്നുമില്ലാത്തവനാക്കി. That made him nothing. താനൊരു അന്യദേശത്ത് പരദേശിയായി പാർക്കേണ്ടി വന്നു. He lived a life that is like a stranger in a foreign land. മിദ്യാന ദേശത്ത് യിത്രോ എന്ന് പറയുന്ന ഒരാളുടെ ഭവനത്തിൽ പോയി താമസിക്കേണ്ടി വന്നു. In Midian, he went and stayed in Yitro. ആ യിത്രോയുടെ മകളായ സിപ്പോരെ അവിടെ വെച്ച് മോശ വിവാഹം കഴിച്ചു. He went to Hebrew and he married Sipporah. അവർക്കൊരു മകൻ ജനിച്ചു. They got a baby. അപ്പോൾ മോശ അവന് ഒരു പേരിട്ടു. Moses gave a name to their son. ആ പേര് മോശയുടെ സ്വഭാവം വെളിവാക്കുന്നതാണ്. That name revealed the name of Moses. നമുക്ക് പുറപ്പാട് 2:22 വായിക്കാം. We can see from now Exodus chapter 2 verses 22. Then he gave birth to a son, and he named him Gershom, for he said, I have been a sojourner in a foreign land. അതുപോലെ കർത്താവിന്റെ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ച്, so we need to submit in such a way. നമ്മൾ നമ്മുടെ ഉടമസ്ഥാവകാശം കർത്താവിനെ ഏൽപ്പിച്ചിട്ട് our ownership we need to give back to God.
ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ട് മാത്രം ജീവിക്കുമ്പോൾ we need to live a life that the ownership belongs to God, but we can take and use it. നമുക്ക് ഒരു പിരിമുറുക്കമില്ലാത്ത ജീവിതം നയിക്കാൻ കഴിയും. We can live a life that is pleasing to God. കർത്താവിൽ എപ്പോഴും നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. We need we can rejoice in God always. അങ്ങനെ ജീവിക്കാനാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God is expecting us to live such a life. കർത്താവ് പറഞ്ഞ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. God said that look at the birds. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. They are not that's from ഹാർവെസ്റ്റ് ചെയ്യുന്നില്ല. they are that's from 13, right? സോവർ. They don't sow or reap. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നുമില്ല. They are not keeping it for tomorrow. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് അവയൊക്കെ പുലർത്തുന്നു. But God is taking care of them. അതുപോലെ കർത്താവിന്റെ മുൻനിർണയത്തെ കുറിച്ച് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചല്ലോ. We read about God's predestined for each one of us. 139 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചല്ലോ. Psalms 139. അതുപോലെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയും നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കും. But also in Matthew we could see that our hairs are also numbered. ആ നിലയിൽ നമ്മൾ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരായിട്ട് കർത്താവിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ കീഴിൽ നമുക്കുള്ളതൊക്കെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നവരായി മാത്രം ജീവിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. In such a way we need to give our ownership to God and live such a life that is pleasing to God. നമ്മളെ ആ നിലയിൽ നമ്മളെ തന്നെ എണ്ണണം. We need to consider ourselves in such a way. 1 കൊരിന്ത്യർ 6:19 നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ വായിക്കാം. We can read from 1 Corinthians chapter 6 verses 19. 1 Corinthians chapter 6 verses 19. Or do you not know that your body is a temple of Holy Spirit who is in you, whom you have from God, and that you are not your own? അതെ. അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ കാണേണ്ടത് നമ്മളെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. So we need to see ourselves that we are bought with a precious price and we shouldn't live our own life. അതുപോലെ നമ്മൾ ഒരു ഓട്ടക്കളത്തെ കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. We were thinking about like a race. ഓട്ടക്കളത്തിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു ഫിനിഷിംഗ് പോയിന്റും ഉണ്ട്. So there is a beginning and end for a race. നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തെ കർത്താവിന് ആ നിലയിൽ സമർപ്പിക്കപ്പെട്ട് നമ്മൾ ആ ഒരു ഓട്ടത്തിന് തയ്യാറാകുമ്പോഴാണ് അത് ആരംഭിക്കുന്നത്. So when we submit ourselves to God and our ownership belongs to Him, that's when the race is starting. അതിന്റെ ഒരു ഫിനിഷിംഗ് പോയിന്റ് നമുക്കുണ്ട്. There is a finishing point also. അവിടെ വെച്ചിരിക്കുന്നത് കർത്താവിനെ കുറിച്ച് സഭയെക്കുറിച്ചും കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഈ ശരീരത്തിന്റെ തലയാണ്. God is the head. സഭയുടെ ആ നിലയിൽ സഭയുടെ തലയും കർത്താവാണ്. God is the head of the church. ആ കർത്താവിനോട് ചേരാനാണ് നമ്മൾ ഓടി ഈ ട്രാക്കിലൂടെ ഓടിയെത്തുന്നത്. So our focus should be like a race. We need to conform to the image of His Son. That should be our focus. അപ്പൊ ആ നിലയിൽ കർത്താവ് ആകുന്ന തലയോട് യോജിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. So we need to be, our body need to become the head. That should be like the conforming to the image of His Son. അതാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ്. That is a finishing point. അപ്പോൾ ഒരു ശരീരം ഓടി ആ തലയോട് ചേരുക എന്നുള്ളതാണ് അതിന്റെ ക്രമം. Our body should be become to the head. ആ ഹെഡിനോട് ചേർന്ന ഒരു ബോഡി ആയിരിക്കണം നമ്മളുടെ ബോഡി. Head should be attached to the body. നമുക്ക് ഈ ഓട്ടക്കളത്തെ കുറിച്ചുള്ള ചില വാക്യങ്ങളൂടെ നമുക്ക് വായിക്കാനുണ്ട്. Let's read some more verses related to the race. 1 കൊരിന്ത്യർ 9:24. 1 Corinthians chapter 9 verses 24. Do you not know that those who run in a race all run, but only one receive the prize? Run in such a way that you may win. അപ്പോൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ. There are many people running the race, but there is only one person who receives the prize. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഈ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുന്നത്. Everyone run individually this race. ആ നിലയിൽ നമ്മൾ ഈ തലയോട് ചേരുന്ന ഒരു ശരീരമായാൽ മാത്രമേ നമുക്ക് ബിരുദ പ്രാപിക്കാൻ കഴിയുള്ളൂ. So our body need to be attached to the head, that is the Lord Jesus Christ. Then only we can win the race. അപ്പോസ്തലനായ പൗലോസ് ഈ ഓട്ടക്കളത്തെ കുറിച്ച് തന്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. Apostle Paul is written also how is related to his life.
ഫിലിപ്പിയ ലേഖനം 3:14 നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. That is from Philippians chapter 3 verses 14. I press on towards the goal for the prize of the upward call of God in Christ Jesus. യെസ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ള ആ മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തയേശുവിലുള്ള ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്നാണ് അവിടെ മലയാള പരിഭാഷയിൽ നമുക്ക് കാണുന്നത്. So verses 13 it says, one thing I do, forgetting what lies behind and reaching forward to what lies ahead. നമ്മുടെ ജീവിതത്തിലെ ഈ ഓട്ടക്കളത്തെ ഒരു ബസ് യാത്രയോട് നമുക്ക് ഉപമിക്കാം. So we can relate our Christian journey is also to a journey in a bus. നമ്മുടെ ഈ ബസ് യാത്ര ആരംഭിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. There is a starting point of the bus journey. അതുപോലെ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് ടിക്കറ്റ് എടുത്താണ് ഇത് യാത്ര ചെയ്തത്. And also we have took a ticket and having this journey. ആ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ഇടയ്ക്ക് പല സ്റ്റോപ്പുകളിൽ ഇവിടെ ബസ് നിർത്താറുണ്ട്. There will be many stops, bus will stop. ആ സ്റ്റോപ്പുകളിൽ പലയിടത്തും ഇറങ്ങാനുള്ള ഒരു പ്രേരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. There will be many stops, we can feel like a temptation to get down in that stop. നമ്മുടെ ആത്മീയ ലക്ഷ്യത്തോട് സാദൃശ്യമുള്ള പല കാര്യങ്ങളും ഈ സ്റ്റോപ്പുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. In this stop we can see many things which is related to our Christian journey. അതുപോലെ ആത്മീയ ജീവിതത്തോട് വളരെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആവാം ആ സ്റ്റോപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. In these stops we could see many things that might feel like is closer to the Christian journey. അവിടെയൊക്കെ നമ്മൾ ഇറങ്ങിപ്പോയാൽ, but if we get down on those stops, നമ്മളെ കർത്താവ് ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്താനായിട്ട് കഴിയില്ല. We will not be able to reach how God is expecting us if we stop on those if we get down on those stops. നമ്മുടെ ലക്ഷ്യം കർത്താവാകുന്ന തലയോട് നമ്മൾ ചേർന്ന് ഫിറ്റ് ആവുക എന്നുള്ളതാണ്. Our goal is to become like Jesus, or to be attached, our body should be attached to the head. ദൈവം ഉദ്ദേശിച്ച ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയാൽ മാത്രമേ നമുക്കത് കഴിയുള്ളൂ. So if we reach the finishing point what God is expecting us, then only that day only we will become like that. എഫെസ്യർ 4:15 നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ വായിക്കാം. In relation to that, let's read from Ephesians chapter 4 verses 15. Ephesians chapter 4 verses 15. But speaking the truth in love, we are to grow up in all aspects into him who is the head, even Christ. ക്രിസ്തു എന്ന തലയോളം നമ്മൾ ബോഡിയാകുന്ന നമ്മൾ ഫിറ്റായിട്ട് വളർത്തപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിന്റെ നിർണയം. So our body should be fit, that at the end it can be attached to the head. എന്നാൽ ഇതിന്റെ ഈ യാത്രയുടെ ഇടയ്ക്ക് നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോകുന്ന അനേക സാഹചര്യങ്ങൾ ഈ വഴിയിലുണ്ട്. So while having the journey through a bus, we can see many things which can be distracted from our focus. ജോൺ ബെനിയൻ എഴുതിയ പിൽഗ്രിം പ്രോഗ്രസ് എന്നുള്ള തന്റെ പുസ്തകത്തിൽ ഈ യാത്രയിലുള്ള അനേക ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. So if we read from the Pilgrim Progress book, was written by John Peniel, ഇതുപോലെ ഈ യാത്രയിൽ ഇടയ്ക്കുള്ള പല so in this book the author says about the many stops and explain more detail in that book. ഈ നമ്മളെ ഈ യാത്രയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ ഈ വഴിയിലുണ്ട്. So in the bus journey there are many things which can be distracted. കൊലോസ്യ ലേഖനം 2:18 നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ വായിക്കാം. Colossians chapter 2 verses 18. Let no one keep defrauding you of your prize by delighting in self-abstainment and the worship of the angels, taking his stand on visions he has seen inflated without cause by his fleshly mind. ആ നിലയിൽ ഈ വഴിയിൽ അനേക അസാധാരണ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ദൈവീയമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഈ സ്റ്റോപ്പുകളിലുണ്ട്. We can see many things which we think might be godly. We could see that in many stops. ഇതൊന്നും നമ്മുടെ ലക്ഷ്യം മാറ്റി പോകരുതെന്ന് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. But these things shouldn't take our focus or our goal from. We shouldn't be distracted. ആ നിലയിൽ നമുക്ക് ഈ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഉപമ നമുക്ക് ഒന്നുകൂടെ വായിക്കുകയും ചെയ്യാം. In such a way, now coming back to
Matthew chapter 13, the parable we read it before. We can read it again. അതിന്റെ 44, 45, 46 നമുക്ക് വായിക്കാം. We can read from Matthew chapter 13, 44, 45, and 46 again. The kingdom of heaven is like a treasure hidden in the field, which a man found and hid again. And from joy over it goes and sell all that he has and buys that field. Again, the kingdom of heaven is like a merchant seeking fine pearls, and upon finding one pearl of great value, he went and sold all that he had and bought it. ആ നിലയിൽ ദൈവരാജ്യത്തെ രണ്ട് ഉപമകളിൽ അതിന്റെ രണ്ട് വശങ്ങൾ ഈ ഉപമകളിലൂടെ നമ്മളോട് പറയുക. So in this parable, the two sides is explained here. ഒന്നത് വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയായിട്ട് ദൈവരാജ്യത്തെ പറയുന്നു. So at first it says the kingdom of God is like a treasure hidden in the field. അത് കണ്ടെത്തി അത് മേടിച്ച ഒരു കർത്താവിന്റെ ശിഷ്യന്റെ കാര്യങ്ങളൂടെ ഇവിടെ ഉപമയിൽ ഓർപ്പിക്കുന്നു. And it's also remind us a man found and he was and from joy over it goes and sell and that he has and buy that field. താൻ സന്തോഷത്തോടെ തന്റെ എല്ലാ ഉടമസ്ഥാവകാശങ്ങളും നഷ്ടപ്പെടുത്തിയാണ് ഈ വയൽ വാങ്ങിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. So he bought this with total joy and he sold everything and he bought it. അതുപോലെ അടുത്ത ഉപമയിലെ ഒരു വ്യാപാരിയോടാണ് ദൈവരാജ്യത്തെ ഇവിടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. In the next parable it says about a merchant. നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോടാണ് അവിടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. So the kingdom of God is like a merchant that is seeking fine pearls. ആ മുത്ത് മേടിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ആൾക്കാരുടെ കൂട്ടത്തിലാണ് നമ്മെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. So we can see ourselves as the merchant who is seeking fine pearls. ആ നിലയിൽ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് ഇവിടെ കർത്താവ് തനിക്കുള്ള എല്ലാ മഹിമകളെയും വിട്ട് നമ്മളെ സ്വന്തമാക്കിയതിന്റെ ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. So Jesus came to this earth. We can see that we are like a merchant who is seeking fine pearls. ആ നിലയിൽ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം മുൻ നിർണയിച്ചു. God predestined everything. ആ ദൈവിക ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞ് we need to understand the purpose of his coming and predestination. നമ്മൾ അതിനോട് അത് ആ ഒരു കർത്താവിന്റെ ആഗ്രഹത്തോട് നമ്മൾ ഇഷ്ടപ്പെടുകയും we need to understand the real purpose behind the predestination for all of us. അതിനുവേണ്ടി സന്തോഷത്തോടെ ഒരു നിലപാടെടുക്കുകയും ചെയ്ത ഒരു അനുഭവമാണ് നമുക്കിവിടെ ആവശ്യമായിരിക്കുന്നത്. We need to take a stand with joy from our hearts. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതമാണ്. We need to take a stand and live a Christian life. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും സമാധാനമായിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം. So our life should be, we should live a Christian life with full rejoicing and live a life that is pleasing to God. ആ ഒരു നമ്മുടെ ജീവിതത്തിലെ സകല ആകുലതയ്ക്കും പ്രയാസങ്ങൾക്കും എല്ലാ പ്രയാസങ്ങളുടെയും കാരണം ഈ ഒരു ഉടമസ്ഥാവകാശം നമ്മൾ കൈവച്ചിരിക്കുന്നതാണ്. So our anxiety or our distress is mainly because of the ownership we have taken from this world. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം കൂടെ നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ ഒന്ന് വായിക്കാം. So let's read from Luke chapter 14. 25 മുതൽ വായിക്കാം. So we can read from Luke chapter 14 verses 25. തുടർന്ന് വായിക്കാം. Now a large crowd were going along with him, and he turned and said to them, if anyone comes to me and does not hate his own father, mother, and wife, and children, and brothers and sisters, yes, and even his own life, he cannot be my disciple. Whoever does not carry his own cross and come after me cannot be my disciple. അതിന്റെ 28-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. Also verses 28, for which one of you, when he wanted to build a tower, does not first sit down and calculate the cost to see if he has enough to complete it. അപ്പോൾ നമ്മുടെ ഈ വ്യാപാരിയെ സമീപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കർത്താവ് നമ്മളോട് ബുദ്ധി പറയുക. God is telling us before coming to the merchant that we need to calculate ourselves. കാൽക്കുലേറ്റ് ചെയ്യാതെ നമ്മൾ ഈ കാര്യത്തിൽ ഇറക്കിയാൽ നമ്മൾ if we did not calculate and start this,
ഒരു വീട് പണിയാൻ ആരംഭിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനോട് നമ്മൾ തുല്യരായിത്തീരും. So it will be like a person who started the work of his house and who is not able to finish it. നമ്മൾ ലജ്ജിതരായിത്തീരും. We will become mocked among the people. ആ നിലയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയും Let us think ourselves where we stand at the moment. നമ്മുടെ ഉടമസ്ഥാവകാശം കർത്താവിന് ഏൽപ്പിക്കുകയും ചെയ്യാം. Our ownership, let's give back to God. Let him take control of the ownership. അതാണ് സ്വസ്ഥതയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. That is a peaceful life. ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ശബത്ത് അനുഭവം ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നു. God is expecting us to have a peaceful life. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. May God help us and bless us with this word. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. Let us pray. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവേ, Heavenly Father, ഇന്ന് ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. thank you for the good time you have given us. ഇന്ന് ഞങ്ങൾ ചിന്തിച്ച ദൈവവചനത്തിന്റെ സത്യങ്ങളൊക്കെ Lord, help us to the truths we have heard today. ഞങ്ങൾക്ക് ഉപകാരമായി വരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Help us to be helpful properly, Lord Father. ഞങ്ങൾക്കത് ഫലമായി തീരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Help us, Lord, to be fruitful, Lord, this word we heard today. ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട്. Bless each one of us, Lord. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. In Jesus' name. ആമേൻ. Amen.